ഹരി മോനെ എഴുന്നേറ്റ് ഇത് കണ്ട എന്താ കാര്യം? കാര്യം ഞാൻ പറഞ്ഞുതരാം. സീസൺ എടുത്താൽ തിരിച്ചടക്കണമെന്നാണോ തന്റെ വിചാരം? വണ്ടി എടുക്കടാ, ഇവിടെ ഒരു വലിയ മുഴുവൻ തുകയും തിരിച്ചടക്കാം. അത് കഴിഞ്ഞിട്ട് വണ്ടി എടുത്താൽ മതി. സാർ, എന്റെ ഒരു സുഹൃത്ത് മരിച്ചിട്ട് പോകുന്ന വഴിയാണ്. 3 ദിവസം ഞാൻ സെറ്റിൽ അവധിയില്ല. ഏർപ്പാടൊക്കെ ഓഫീസിൽ നോക്കിക്കാതെ വണ്ടി എടുക്കാം. ഞാൻ പറയുന്നേക്കണം സാർ. സാർ പ്ലീസ്. ആർക്കും നെഞ്ചത്തെ വണ്ടി കണ്ടി ഞാൻ കയറാം. ഔട്ടോ എന്റെ ഒരു സുഹൃത്ത് എന്താ ഹരി, എന്താ പ്രോബ്ലം? കണ്ടില്ലേ, നീയൊക്കെ കാരണം എന്റെ വണ്ടി CC കാരി പിടിച്ചോണ്ട് പോയത്. ഹരിക്ക് എവിടെയാ പോണ്ടേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിന്റെ സഹായത്തിന് നന്ദി. എടോ, തനിക്കറിയാം, തന്റെ ഈ വീട് പണിക്ക് വേണ്ടി എനിക്ക് പണം കടം തന്നിരുന്ന ഒരു നല്ല മനുഷ്യനും കുടുംബവും കൂട്ടാത്മഹത്യ ചെയ്തു. തന്നോട് ഇന്നലെ വന്ന് ഞാൻ കുറച്ച് പണം ചോദിച്ചല്ലോടോ. ഞാൻ കൊടുക്കാനുള്ള സംഖ്യ കൊടുത്തിരുന്ന ഞാൻ സംഭവിക്കില്ലായിരുന്നു. ഇനി എന്റെ ക്ഷമ പരീക്ഷിക്കാൻ ചെന്ന് പണം എടുത്തോണ്ടോ. ഓടി വാടാ, വീട്ടിൽ കയറി വന്ന് ആക്രമിക്കുന്നേ. എന്താ വേഗം വാടാ, ആ കള്ള ബില്ല് മാറി കാശ് കൊടുക്കാത്ത ചേട്ടൻ പറഞ്ഞാണ്ടല്ലോ. എന്നോട് കളിക്കാതെ സ്ഥലം കാലിയാക്കിയേ. എനിക്ക് താൻ കാശാടോ? ഇല്ലെങ്കിൽ താ പോവില്ല. അച്ഛാ, ഈയിടെ കാശ് കൊടുത്ത സെറ്റിൽ ചെയ്തേക്ക്. ഇങ്ങനെയുള്ളവന്മാരോട് യാതൊരു ഇടപാടും വേണം. കാശ് കൊടുക്കാനോ? ഇവന്റെ കണക്കിലെ തട്ടിപ്പ് കണ്ടുപിടിച്ച നീ തന്നെയല്ലേ? ഇനി ക്യാഷ് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഒക്കുമ്പോഴേ കൊടുക്കും. എന്ത് പണിയായി കാണിച്ചേ? ചത്ത് മുഴുവൻ വൃത്തിയാണല്ലോ. കാവേരി നർമ്മദി ഇവരെ തന്നോട് ഞാൻ ഒരിക്കൽ കൂടെ മര്യാദ കാണിക്കാം. 24 മണിക്കൂർ ഞാൻ സമയം തരും. നാളെ എന്റെ കാശ് തന്നില്ലെങ്കിലേ ഈ വീട് വെട്ടിപ്പൊളിച്ചാൽ തീരും. സാറ് എന്തോ പണിയാണ് താൻ കാണിച്ചത്? എന്താ? 32,500 വാങ്ങി താൻ മുങ്ങിയതല്ലേ? അത് ലോഡ് വന്നപ്പോഴത്തേക്ക് അവിടെ നോക്കടാ എടുക്കാൻ വന്നേക്കണം. പറയട്ടെ, വന്ന സിമെന്റ് അല്പം കംപ്ലൈന്റ് കണ്ട് ലോഡ് തിരിച്ചു വിട്ട് 2 ദിവസത്തിന് പുതിയ ലോഡ് വരും. തന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കൂടൂ? വേഷം കണ്ടൊന്നും എന്നോട് വേണ്ട. ചേട്ടൻ ഇപ്പൊ ദയവ് ചെയ്ത് തിരിച്ചു പോണം. ഹരി അവന്റെ കൂട്ടുകാരന്റെ കുടുംബം ആത്മഹത്യ ചെയ്തതിന്റെ ടെൻഷനിലാണ്. അവൻ ഇന്ന് ഓഫീസിൽ വന്നിട്ടില്ലല്ല. എന്താ ചെയ്യാ? കിടന്ന കിടപ്പാ. 2 ദിവസത്തിനാൽ ലോഡ് എത്തിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. എടുത്തിട്ട് പോടാ. 2 ദിവസം. എന്റെ ദൈവമേ, അയാള് പറഞ്ഞതല്ല നീ കേട്ടല്ല. രാവിലെ സ്റ്റീൽ ലാൻഡിൽ നിന്ന് വിളിച്ചിരുന്നു. കമ്പി സൈറ്റിലെത്തിയപ്പോ DDക്ക് പോലും ചെക്ക് കൊടുത്ത് തെമ്മാടിത്തരമല്ലേന്ന്. ആണെന്ന് നമുക്കറിയാലോ. എന്താ ചെയ്യുക? ഹരി, ഹരിയുടെ കാറിന്റെ കീയ കുടിശ്ശിക മുഴുവൻ ഞാൻ അടിച്ചു. ദാ 1,00,000 രൂപയുണ്ട്. പഴയതുപോലെയല്ല, അച്ഛൻ തരാനുള്ള കണക്ക് ചേർത്തോളൂ.
ഇതാര് പറഞ്ഞു തന്നു മോക്കി ബുദ്ധി? ഹരി പ്ലീസ് ബിലീവ് മീ, എന്നെ കൊണ്ട് ഇപ്പൊ കഴിയുന്നത് ഇത് മാത്രം. ഹരി ദയവ് ചെയ്തത് സ്വീകരിക്കണം. സന്തോഷായി. ആ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? എന്റെ കാർ ഫിനാൻസ് കമ്പനിക്ക് സമീപം കിടക്ക. എന്നെ അവിടം വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? മിന്നൽ തിടമ്പേ തെന്നൽ കുറുമ്പേ നിന്നിലലിയുവതെന്ത് സുഖം. വേനൽ കിനാവിൽ നീറും മനസ്സിൽ പവിഴമഴയായി നിൻ സ്നേഹം. നീ എന്റെ മാറിൽ നീരാളമായി വിടരുകില്ലേ ഈ നേരം. തിങ്കൾ നിലാവിൽ മഞ്ഞൾ നിലാവിൽ കരളമായ അനുരാഗമുഖം. മിന്നൽ തിടമ്പേ തെന്നൽ കുറുമ്പേ നിന്നിലലിയുവതെന്ത് സുഖം. വേനൽ കിനാവിൽ നീറും മനസ്സിൽ പവിഴമഴയായി നിൻ സ്നേഹം. നീ എന്റെ മാറിൽ നീരാളമായി വിടരുകില്ലേ ഈ നേരം. സാരംഗി പോലെ മാറോടു ചേരു ചാരുതേ. സീമന്തരാഗം ആത്മാവിലേതു സ്വന്തമേ. താഴം പൂമേട്ടിൽ കൂടെ കൂടാൻ പോരില്ലേ തൂവെള്ള തുമ്പിപ്പെണ്ണാളെ. മുന്നാളിപ്പൂമുത്താലെ കൂടും കൂട്ടില്ലേ മഞ്ഞോളം രാവിൽ നീയില്ലേ. തിങ്കൾ നിലാവിൽ മഞ്ഞൾ നിലാവിൽ ധാരാളമായ അനുരാഗമുഖം. മിന്നൽ തിടമ്പേ തെന്നൽ കുറുമ്പേ നിന്നിലലിയുവതെന്ത് സുഖം. വാസന്തയാമം വാചാലമല്ലേ താരകേ. ഇണങ്ങളെല്ലാം നീ തന്നതല്ലേ ആതിരേ. മാനത്തെ വട്ടപ്പാവിൽ സ്നേഹപ്പൂക്കാലം മോഹങ്ങൾ തിന്നും കൗമാരം. നീരാടും മാടപ്രാവേ നമ്മെ തേടുന്നു മേഘങ്ങൾ തീർക്കും കൂടാരം. തിങ്കൾ നിലാവിൽ മഞ്ഞൾ നില
അമ്പേ തെന്നൽ കൂറുമ്പേ നിന്നിലലിയുവതെന്ത് സുഖം വേനൽക്കിനാവിൽ നീറും മനസ്സിൽ പവിഴമഴയായി നിൻ സ്നേഹം നീ എന്റെ മാറിൽ നീരാളമായി വിടരുകില്ലേ ഈ നേരം